ഒരു എം പിക്കെതിരായിട്ട് പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കലും അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരസ്യമായിട്ടുള്ള മുദ്രാവാക്യം വിളിയൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു. പക്ഷേ കേസിൻ്റെ അതിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഒരു ജനപ്രതിനിധിക്കെതിരായിട്ടുള്ള പരസ്യമായിട്ടുള്ള ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു. മറ്റ് വിഷയങ്ങൾ KPCCയുടെ സബ് കമ്മിറ്റി അവിടെ ഇന്ന് കണ്ണൂർ ചെല്ലുന്നുണ്ട്. അവർ സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് KPCC സമർപ്പിക്കും. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. ഇന്നലെ നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലും അതുണ്ടായി. കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ കുറച്ചായിട്ട് ഈ നേട്ടങ്ങൾ. അതായത് ഇപ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ തന്നെ കഴിഞ്ഞ തവണ 13 സീറ്റിൽ ജയിച്ച UDF ഇത്തവണ 17 സീറ്റിൽ വിജയിച്ചതിൻ്റെ കാരണം ഒന്ന് ഭരണവിരുദ്ധ വികാരം, 2 ഒറ്റക്കെട്ടായിട്ട് പാർട്ടി പ്രവർത്തിച്ചതിൻ്റെ മെച്ചാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അടുത്ത ഭരണം UDFന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ലോക്കൽ ബോഡിയിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. മിഷൻ 25 അനുസരിച്ചിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ചാർജ് പാലക്കാട് ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് UDFൻ്റെ നയം. അല്ല, അങ്ങനെ ചർച്ച നടക്കുന്നില്ല. ഒന്ന് AICC ജനറൽ സെക്രട്ടറി തന്നെ ദീപാദാസ് മുൻഷിയനെ പറഞ്ഞിട്ടുണ്ട്, ഒരു ചർച്ചയും നടക്കുന്നില്ല. അങ്ങനെ ചർച്ച നടക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ അറിയല്ലോ. ഇത് അങ്ങനെ ചർച്ച നടക്കുന്നില്ല. അത് ആരുണ്ടാക്കിയ കഥ എനിക്ക് അറിഞ്ഞുകൂടാ. അനാവശ്യമായിട്ടുണ്ടാക്കിയ ഒരു വിവാദമാണ്. അങ്ങനത്തെ ഒരു പുനഃസംഘടന ഇല്ല, ചർച്ച നടക്കുന്നില്ല. എന്നാൽ പുനഃസംഘടന വേണം വേണ്ടാന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ അത് ഏത് രീതിയിൽ വേണം എന്നുള്ളതൊക്കെ ഒന്ന് താഴെത്തട്ടുള്ള പുനഃസംഘടനാ കാര്യം KPCC തീരുമാനിക്കും. അതിൻ്റെ കമ്മിറ്റി ഇതുവരെ കമ്മിറ്റി ഫോം ചെയ്തിട്ടില്ല. 2, സംസ്ഥാനത്ത് മാറ്റം വേണമെങ്കിൽ അത് തീരുമാനിക്കേണ്ട ദേശീയ നേതൃത്വമാണ്. അതല്ലാതെ ഇവിടെ അങ്ങനത്തെ ഒരു ചർച്ചയും നടക്കുന്നില്ല. KPC പ്രസിഡന്റിനെ നിലനിർത്തണം എന്നുള്ള അഭിപ്രായമാണ് ഭൂരിപക്ഷം എല്ലാവർക്കും ഉള്ളത്. അതിൽ ഒരു മാറ്റമൊന്നും ആരും പറയുന്നില്ല. യുവനിര വന്നോട്ടെ, പുനഃസംഘടിപ്പിക്കുമ്പോൾ യുവാക്കൾക്കും വരാലോ. ആരാ യുവാക്കളെ മാറ്റിയെന്ന്? യുവാക്കൾ വേണമല്ലോ പാർട്ടി മുന്നോട്ട് പോകണമെങ്കിൽ. യുവാക്കളും വേണം, പ്രായമായവരുടെ ഗൈഡ് ലൈനും അവരുടെ സഹകരണവും ഉണ്ടാവണം. അല്ലാതെ എല്ലാവരും ഒറ്റയടിക്ക് അങ്ങ് മാറ്റാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും യുവാക്കൾ നേതൃനിരയിലേക്ക് വരണം. അതോടൊപ്പം തന്നെ പഴയ ആളുകളുടെ നേതൃത്വം ഉണ്ടാവണം. 2ഉം വേണം. ഇപ്പോൾ പ്രായമായെന്ന് ചോദിച്ചാൽ ആരും മാതാപിതാക്കളെ മാറ്റില്ലല്ലോ. പ്രായം എല്ലാവർക്കും വരുമല്ലോ. അപ്പോൾ യുവാക്കളും വരണം, ആരുടെയും വഴി കൊട്ടി അടക്കരുത്. സീനിയേഴ്സിന് അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റും കൊടുക്കണം. അതാണ് പാർട്ടി ഇതുവരെയായിട്ട് അനുവർത്തിച്ചിട്ടുള്ള നയം. അത് ഇന്നും നിലയും തുടങ്ങിയതിന് മുമ്പ് കാലത്തേ ഉണ്ട്. ഇന്നത്തെ പല നേതാക്കന്മാർ യുവാക്കളായിട്ട് വന്നവരാണ്. 1970 തെരഞ്ഞെടുപ്പിൽ AK ആന്റണി, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള യുവാക്കൾ അന്ന് നേതൃനിരയിലേക്ക് വന്നു. അതുപോലെ മറ്റേ കഴിവും ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇപ്പോൾ കഴിവും വേണം, പ്രായം മാത്രം നോക്കിയാൽ പോരാ. പിന്നെ പ്രായം എന്ന് പറയുന്നത് എങ്ങനെയാണ് കണക്കാക്കുന്ന? വയസ്സ് നോക്കിയിട്ടല്ല. മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം ചെന്നാൽ ചെറുപ്പമാണ്. മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം ചെല്ലാതിരുന്നാൽ പ്രായമായി. അല്ലാതെ 75 വയസ്സ്, 60 വയസ്സ്, 80 വയസ്സൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. കർഷക ഉപവാസ സമരം തീർച്ചയായിട്ടും വൈദ്യുതി നിരക്ക് കൂട്ടി. അതുപോലെ വാട്ടർ അതോറിറ്റി സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. ഇതെല്ലാം അവസാനം ചെന്ന് കൊള്ളുന്ന കർഷകനല്ല. കർഷകരുടെ സംഭരണ വില ഇന്ന് കൊടുക്കും നാളെ കൊടുക്കും എന്ന് പറയുന്നല്ലാതെ, പണ്ട് സിനിമയെ നെടുമുടി വീണ് പറഞ്ഞാൽ ഇപ്പോൾ പൊട്ടെന്ന് പറയുന്നല്ലാതെ കാശ് ഇതുവരെ കർഷകന് കിട്ടിയിട്ടില്ല. കർഷകൻ ദുരിതത്തിലാണ്. ഇപ്പോൾ പറയുന്ന ബാങ്കിൽ നിന്ന് സംഭരണമായിട്ട് കൊടുക്കേണ്ടത് ലോണായിട്ട് കൊടുക്കുക അത്ര. എന്താ കാര്യം? കാശ് കിട്ടേണ്ട സ്ഥാനത്ത് ലോണ് കിട്ടിയാൽ മതിയോ? അപ്പോൾ ഇതിലെല്ലാം സർക്കാർ തികഞ്ഞ അലംഭാവമാണ് കേരള സർക്കാർ. പിന്നെ സബ്സിഡി കേന്ദ്രം കൂട്ടുമ്പോൾ ഇവിടെ കുറയ്ക്കുക, അങ്ങനത്തെ ഉറപ്പാടുണ്ടോ? അതനുസരിച്ച് ഇവിടെ കൂട്ടണ്ടേ? അതുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ താഴെ തട്ടിൽ ഇതുവരെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ ദുരന്തമാണ് ഈ സർക്കാർ അനുഭവിക്കുന്നത്. അതാണ് ഇപ്പോൾ ഏരിയ സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലും ഉള്ള വിമർശനങ്ങൾ തന്നെ ഈ സർക്കാരിൻ്റെ പരാജയത്തിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ ലോക്കൽ ബോഡിയിലെ ബൈ ഇലക്ഷൻ്റെ ഈ റിസൾട്ട് എന്ന് പറയുന്നത്. ഈ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യുവാക്കളെ പരിഗണിക്കണം
അങ്ങനത്തെ ഒരു ചർച്ചയില്ല. KPC പ്രസിഡന്റിനെ മാറ്റുന്ന ഒരു ചർച്ചയും ഒരു ഭാഗത്തും നടക്കുന്നില്ല. ഇതൊക്കെ ഞാൻ അനാവശ്യമായിട്ടുണ്ടാക്കുന്ന വിവാദങ്ങളാണ്. അത് ചിലരൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അത് പാർട്ടിക്കാരല്ല, വേറെ ചിലരൊക്കെ ഇനി ഉണ്ടാക്കാൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വിദ്വാൻ എന്ന ഒരു പത്രത്തിൽ എഴുതിയിട്ടുണ്ട്, എന്താണ്, സന്ദീപ് വാര്യർ വന്ന് ഹൈക്കമാൻഡ് തീരുമാനമാണ്, അത് അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് എന്നെ ശാസിച്ചു അത്ര. ഏത് വിദ്വാൻ എഴുതുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു ശാസനം എൻ്റെ മേലെ ഉണ്ടായിട്ടില്ല. സന്ദീപ് വാര്യർ വന്നപ്പോൾ എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു, അത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തു. സന്ദീപ് വാര്യർ ഞാനും തമ്മിൽ പറഞ്ഞു തീർത്ത് ഞങ്ങൾ യോജിപ്പായി പോകുന്നുണ്ട്. അല്ലാതെ മറ്റാരും ശാസിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു ശാസന എൻ്റെ നേരെ ആരും നടത്താനും ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ സന്ദീപ് വാര്യർക്ക് കൂടുതൽ പരിഗണന പാർട്ടിക്ക് നൽകുന്നു, ഇപ്പോൾ KPCC നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള അതെല്ലാം ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടിയിൽ വന്നതാണ്. അതിൻ്റേതായിട്ടുള്ള അംഗീകാരം അദ്ദേഹത്തിനുണ്ടാവും. നിലവിൽ അത്തരത്തിലുള്ള ചർച്ചകൾ അതിൽ ചർച്ചകളുടെ ആവശ്യമില്ല. ഹൈക്കമാൻഡിന് അറിയാം, ഹൈക്കമാൻഡ് ഉചിതമായിട്ട് തീരുമാനം എടുക്കും. അതിൽ ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനം എടുത്ത് അറിയിക്കും. അതിലൊരു എതിർപ്പുമില്ല ആർക്കും, അതിലൊരു എതിർപ്പുമില്ല. അദ്ദേഹത്തിന് കൃത്യമായി പരിഗണന കൊടുക്കണം തന്നെ. അതൊരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹം വന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അർഹിക്കുന്ന പരിഗണന പാർട്ടിയുടെ ദേശീയ നേതൃത്വം നൽകും. ഈ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു പടയൊരുക്കം, ഒരു പടയൊരുക്കുമില്ല. എന്തിനാ പടയൊരുക്കും? എന്തിനാ? ഇതെന്താ യുദ്ധം? ആരോടെ? പിണറായിയോടാണ് യുദ്ധം ചെയ്യുന്നത്. ഒരു യുദ്ധത്തിൽ എതിർവശത്തേക്കാണ് അസ്ത്രം അയക്കുക, അല്ലാതെ സ്വന്തം പക്ഷത്തേക്കല്ല. അങ്ങനെ ഒരു പടയൊരുക്കുമില്ല. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചില ആൾക്കാരുണ്ടാക്കുന്ന ചില കഥകളാണ് അതൊക്കെ. ആർക്കെതിരായിട്ട് ഒരു പടയൊരുക്കും പാർട്ടിക്കകത്തില്ല. പാർട്ടി ഒരുമിച്ച് പോകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റ് ഒന്നിച്ചാണ് നീങ്ങുന്നത്. രണ്ടുപേരും മാറ്റേണ്ട ആവശ്യമില്ല. ഐക്യമില്ലാതാക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചിലർ കോലിട്ട് കുത്തുന്നുണ്ട്. അത് പിന്നെ സ്ഥിരം പതിവാണ്. അതൊക്കെ സ്ഥിരം പാർട്ടിക്ക് ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ട് കാലത്തെ ഉണ്ട്, നാളെ ഉണ്ടാവും. അതൊന്നും ഏൽക്കില്ല എന്ന് മാത്രം.